നമ്മുടെ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കസേരകളി നടക്കുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ട്രോളി വരുന്നുണ്ട് CPM. പക്ഷേ 96-ൽ ഇത് സമാനമായ സംഭവം CPM നടന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അത് അന്ന് VS തോപ്പിച്ച് നമ്മുടെ കാല് വരെ തോപ്പിച്ചു മാരാരിക്കുളത്ത്. PJ ഫ്രാൻസിസ് അദ്ദേഹം ജയിച്ചു. ഫ്രാൻസിസ് ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് പല പറഞ്ഞപ്പോൾ. VS തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ TK പളനി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ CPM പ്രദേശ നേതാക്കന്മാരെ മറുപടിയൊക്കെ എടുത്തിരുന്നല്ലോ. പക്ഷേ പിണറായി പോലെ ഇറങ്ങി ഓടിയില്ല. നമുക്ക് ഓർമ്മയുണ്ട് VS ഒരു ബനിയനൊക്കെ ഇട്ടിരുന്ന അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നത്. അന്ന് അത്രയും ചാനലില്ല. ഇതുപോലെ ഏഷ്യാനെറ്റാണെന്നോ ഇവർ മനഃപൂർവ്വം തോപ്പിച്ചതാണ്. പിന്നെ ആരും മുഖ്യമന്ത്രിയാവും അന്ന് ചോദ്യം വന്നപ്പോൾ അന്ന് സുശീല ഗോപാലനുണ്ട്. അവർക്ക് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരാളാണല്ലോ. പക്ഷേ അന്ന് മത്സരിക്കാതിരുന്ന നായനാരെ പിടിച്ചിട്ടുണ്ടെന്ന് അവർ മുഖ്യമന്ത്രിയായി. അല്ല, സുശീല ഗോപാലിന്റെ മാത്രമല്ല, പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേര്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, മതേതരത്വം വിളമ്പുന്ന, സ്ത്രീ സമത്വം വിളമ്പുന്ന CPM-നുള്ളിൽ അന്ന് നടന്ന ചർച്ചയെക്കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചു. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുസ്ലിം സമുദായാംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ നമ്മൾ ഇതാക്കുന്നത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും വരുത്തുക ഈ പാർട്ടിക്ക്. അതാണ് ഈ പാർട്ടി കാലാകാലങ്ങളിൽ ഈ ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവം കാണിക്കുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് VS തോൽപ്പിച്ചാണല്ലോ പിണറായി നായനാർ വന്നത്. അവരെ പിണക്കമെല്ലാം മറന്ന് അവർ പെട്ടെന്ന് അവരൊന്നിക്കുകയും പൊതുശത്രുവായ സുശീല ഗോപാലിനെ നേരിടാൻ വേണ്ടി അവരെല്ലാവരും ഒന്നിക്കും. EMS സുശീല ഗോപാലിന് അനുകൂലമായിട്ടാണ് സംസ്ഥാന. അല്ല, അതിനകത്ത് ശരിക്കും അന്ന് മുഖ്യമന്ത്രി ആകേണ്ട ആള് സുശീല ഗോപാലായിരുന്നു. അതിനുള്ള ഇതുണ്ട്, അവർക്ക് പാരമ്പര്യമുണ്ട്. AKGയുടെ ഭാര്യയാണെന്നുള്ള ഒരു മെറിറ്റ് അല്ല. ഒരുപാട് അവരുടെ കുടുംബം എന്ന് പറയുന്നത് വയലാർ സ്റ്റാലിൻ ചീരപ്പഞ്ചിറ തറവാട്ടിലുള്ളതാണ്. CK കുമാരപ്പണിക്കർ എന്ന് പറഞ്ഞാൽ അവിടെ അയ്യപ്പൻ കളരി പഠിക്കാൻ വന്നത്. അപ്പോൾ CK കുമാരപ്പണിക്കർ എന്ന് പറയുന്ന പുനഃപ്രകടന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അനന്തരവളാണ് സുശീല ഗോപാൽ. അതിന്റെ മകനാണ് CK ചന്ദ്രപ്പൻ. അപ്പോൾ അത്രയും വലിയൊരു പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അവർ പലവണ MP ആയിരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ അവരെല്ലാ കഴിവുകളും വെച്ചൊരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കളെ ഗൗരവമാക്കിയില്ല. അപ്പൊ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നൊരു ഇത് വന്നു. അതാണ് രസം. ഈ CPM-നകത്ത് വന്നതാണ്. ഇവരാണ് ഇവിടെ പിന്നെ സ്ത്രീ സമത്വം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള വാദം, അവരെ സംരക്ഷകർ എന്നുള്ള വേഷം കെട്ടി വരുന്നത്. പക്ഷെ അതല്ലായിരുന്നു യഥാർത്ഥ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള നായനാർ ദയേ വരുന്നു. എന്നിട്ട് തലശ്ശേരി മത്സരിച്ചു. KP മമ്മു വാസ്വയെ രാജിവെപ്പിച്ച് അദ്ദേഹം അവിടെ മത്സരിച്ചു. അന്ന് 10 ദിവസം എടുത്തു, 8 ദിവസം എടുത്തു പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലേറെ. അന്ന് അവർ മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ടാണെന്ന് അവിടെ മത്സരിച്ചത് അല്ലേ? പക്ഷേ പിന്നീട് VS-ന് ആ കസേരയെ കയറാൻ 2006 വരെ കാത്തിരിക്കേണ്ടി വന്നു. 10 വർഷം അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? ആ 5 വർഷം ആ 96-ൽ വന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നായനാര് പിന്നെ കാലാവധി പൂർത്തിയാക്കിയായിരുന്നു. 87-ലാണ്. 87-ല് പിന്നെ ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ 91 ഇലക്ഷൻ നടത്തി. അത് ലോക്സഭയ്ക്കൊപ്പം ജില്ലാ കൗൺസിലിൽ ജയിച്ചു കഴിഞ്ഞപ്പം ഇത് നമുക്ക് ഈ വിജയം അവിടെ ആവർത്തിക്കാവുന്ന ഒരു കാര്യം. അത് പക്ഷേ അന്ന് രാജീവ് ഗാന്ധി മരിച്ചതുകൊണ്ട് അതെല്ലാം അവർക്ക് ഇതായിപ്പോയി. അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ മുന്നണിയിലും ഉണ്ടാകുന്ന പതിവുണ്ട്. ഇത് നിങ്ങളെ മാത്രം പ്രശ്നമാണ്, ഞങ്ങൾ യോഗ്യന്മാരാണെന്ന് പറയണ്ട. ഇതിപ്പോൾ ഒരു സീറ്റിന് വേണ്ടി 3 പേര് തമ്മിൽ അടിക്കുന്നു. അതിന് ഇത്രയും സമയം പോയി. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് എല്ലാ പാർട്ടികളിലും ഇതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതില്ലാത്ത ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ BJP അല്ലേ? BJP-യിൽ അത് കേന്ദ്രമാണ് തീരുമാനിക്കുക. അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും BJP-യുടെ പ്രസിഡന്റ് ആരാണോ അവർ, അതിൽ ഈ BJP-യുടെ പ്രസിഡന്റ് റോളൊന്നുമില്ല. അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്. അമിത്ഷായാണ് അതിന്റെ ശരിക്കുമുള്ള. ഇത് രസകരകാര്യം, ഇപ്പോൾ CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഈ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ താത്വിക ഭാഷയ്ക്കെതിരെ രൂക്ഷമായ തോതിലുള്ള വിമർശനം ഉയർന്നു എന്നാണ്. താത്വിക ഭാഷ പ്ലസ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതായത് മറുപടി ജനത്തോട് പറയാനില്ലല്ലോ, അപ്പൊ പിന്നെ എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യം പറയണം. പക്ഷെ അന്ന് ഈ നായനാർ വരുമ്പോൾ ആ സമയം ഓർക്കണം, നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. ഈ നായനാർ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ നമ്മൾ, കാരണം നായനാർ അതിനു മുമ്പ് ഒരു ടേം കഴിഞ്ഞു. അതിനുശേഷം പാർട്ടി എന്ന് പറയുന്നത് VS-ന്റെ കൈകളിൽ എത്തിയ ഒരു സമയമാണ്. ആ സമയത്താണ് ഈ മാരാരിക്കുളത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പുള്ളിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ജയിച്ചില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പോയി. അന്നത്തെ ജയൻ കിലറായിരുന്നു, താരമായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നീട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടത് മനോജിനെയാണ്, JS മനോജ്. സുധീരനെ സുധീരനെ ആ സുധീരനെ തോൽപ്പിച്ചത് പോലും ആലപ്പുഴയിൽ തോൽപ്പിക്കുന്നത് എനിക്ക് 96-ലല്ലേ? 2004 തോൽപ്പിക്കുന്നു. 96 മത്സരിച്ചത് മുരളിയായിരുന്നു.
അന്നളം മുരളിയാണെന്ന് തോന്നുന്നു. 98-ലൊക്കെ ഇങ്ങനെ പല ഇലക്ഷൻ നടന്നു. 2004 ഈ മനോജ് ഇന്നിപ്പം കോൺഗ്രസിലാണ്. സുധീരൻ തോറ്റിട്ടില്ല ഫലത്തിൽ. കാരണം സുധീരന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്ന് നിർത്തി. VS സുധീരൻ 2000 താഴെ വോട്ടിന് തോറ്റപ്പോൾ അയാൾ 8000 വോട്ട് പിടിച്ചു. അവിടെയാണ് അന്ന് സംഭവിച്ചത്. അപ്പൊ ഈ CPM-ന്റെ ഒരു ഇരട്ടത്താപ്പാണ്. നമ്മൾ എല്ലായിടത്തും പറയുമ്പോൾ നമ്മളെല്ലാം പറയണം, കോൺഗ്രസിലെ ഈ ഗ്രൂപ്പുകളൊക്കെ മനമടുപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് വിമർശിക്കാനുള്ള യാതൊരു യോഗ്യതയും ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കില്ല. കാരണം ഇതിന്റെ ആ തമ്മിലടി ഇവിടെ ആദ്യം നടന്നത് ഇവിടെയാണ്. ഇവർ തന്നെയാണ്. അത് പണ്ട് പോലെ തമ്മിലടി ഉണ്ട്. നമ്മൾ പലപ്പോഴും വെളി വരുന്നില്ലായിരുന്നേ ഉള്ളൂ. പണ്ടും തമ്മിലടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പല നേതാക്കന്മാരുടെയും പിന്നെ ആത്മകഥ ഇറങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് ഇങ്ങനെ അടിയും കുസ്തിയും നടന്നു. MP രാഘവൻ ആത്മകഥ വായിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ബലങ്കുഞ്ഞൊന്നാരെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഇതിന്റെ കോൺഗ്രസിന്റെ അപ്പുറത്തെ പരിഞ്ഞാലിയാണ് പണ്ട് അവിടെ നടന്നിട്ടുണ്ട്. അതെ, ഏതായാലും ഇപ്പൊ വിജയരാഘവനും കിട്ടിയെന്ന് പറഞ്ഞു സംസ്ഥാന സമിതി യോഗത്തിൽ. വിജയരാഘവൻ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചുമതല ഉണ്ടായിരുന്ന സമയത്താണല്ലോ ഭാര്യ സ്ഥാനാർത്ഥിയാക്കി മന്ത്രിയാക്കിയത്. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉടനെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക, ഇത് കോൺഗ്രസിൽ മാത്രമല്ല CPM-ലും ഈ പരിപാടി നടത്തും. CPM സൈദ്ധാന്തികന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ആഗോള പ്രതിഭാസമാണ്.